ഇതാണ് എൻ്റെ പ്ലാൻ. കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? നിങ്ങൾക്ക് പരീക്ഷ വല്ലതും ഉണ്ടോ? ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനു മുന്നേ ഒരു ബർഗർ പറ. ചേട്ടാ ആ ഒരു ബർഗർ. ഓ ശരി. പോരാട്ടോ, പറ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ എങ്ങനെ പരിചയപ്പെടാം എന്നുള്ളതാണ് അല്ലേ? അതെ, പക്ഷെ എങ്ങനെ പരിചയപ്പെടും? അത് വളരെ സിമ്പിളാണ്. ആദ്യത്തെ അമ്മയും ദിവസം ഇൻസ്റ്റാഗ്രാമിൽ റീലിടും. സത്യം പറയാലോ, നല്ല വെറുപ്പിക്കൽ പരിപാടിയാണ് അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? അല്ല, വെറുപ്പിക്കലാണ്. ആ, എന്നാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ ഇതെങ്ങനെ പറയും? ഞാൻ പറഞ്ഞുതരാം. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ചേച്ചിയും സർ ബർഗർ അതവിടെ വെച്ചേക്ക്. പറഞ്ഞു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് ആദ്യച്ചയും അമ്മയും ഞങ്ങളുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോവും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൂ കളറാ. അന്ന് ചേട്ടൻ ബ്ലൂ കളർ ഷർട്ട് ഇട്ടോണ്ട് വരണം. വെറുതെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സൂപ്പർ മാർക്കറ്റ്, സിമ്പിൾ. ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നേ? അതെ. അയ്യോ, ഞാൻ ഫോളോവറാ. അയ്യോ, താങ്ക് യു. ഞാനും എന്റെ അനിയത്തൊക്കെ ചേച്ചിയുടെ കട്ട ഫാൻസ് ആട്ടോ. ചേച്ചി സൂപ്പറാ. താങ്ക് യു. റീൽസ് ഒക്കെ നല്ല ഫണ്ണിയാ. താങ്ക് യു. അതൊക്കെ ചുമ്മാ സമയം പോകാനൊരു രസത്തിന്. ആണോ? അതെ. പക്ഷെ സൂപ്പർ ആട്ടോ. ഇത് കൂടെ അഭിനയിക്കുന്ന എന്റെ മോളാ. അയ്യോ, ഞാൻ അനിയത്തിയെ തീർച്ചിരിക്കായിരുന്നു. മോളുടെ അഭിനയം കുറച്ചും കൂടി ഒക്കെ നന്നാവാനുണ്ട്. അതെ, ചേച്ചി കുറച്ച്. സൂപ്പറാ. താങ്ക് യു. ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ. പിന്നെന്താ? അനിയത്തിനെ കാണിക്കണ അവള് ഞെട്ടും. എത്രയാ നീക്കോ? ഒന്നൂടെ. ഓക്കെ. എന്താ അടി? അപ്പൊ റീൽസ് ഒക്കെ അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഫാൻസ് ഒക്കെ കട്ട വെയിറ്റിംഗാ. ഓക്കെ Thank you. അമ്മച്ചി. എന്റെ ഫാനാ. വല്ലാണ്ട് ഓവറാക്കല്ലേ. പുള്ളിക്കാരൻ ചെറുതായിട്ട് ഓവർ സ്മാർട്ടാ. എൻ്റെ മോളെ, ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് അതപ്പതിച്ചു പോയോ? ആന്നേ. ഇവിടെ ഫാന് ഒരു കൂട് ബിസ്ക്കറ്റിന് വേണ്ടി അവൻ ഈ വണ്ടി തള്ളി ഇത്രയും ദൂരം വന്നേച്ചു പോയത്. ഛോ. ആ പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ചേച്ചി പബ്ലിക് ലൈബ്രറി വരും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ഖാലിദ് ഹുസൈനിയാ. പുള്ളിക്കാരന്റെ ബുക്കാണ് ഇപ്പൊ വായിക്കുന്നത്. അല്ല, ഈ പുള്ളി പെയിന്റിങ്ങിന്റെയും വരയുടെയൊക്കെ ആളല്ലേ? പുള്ളി ഇപ്പൊ ബുക്ക് എഴുതി തുടങ്ങി? അയ്യോ, അത് എം.എഫ്. ഹുസൈൻ. ഇത് ഖാലിദ് ഹുസൈനി. ഓ, ടൂ മെനി ഹുസൈൻസ്. ബുക്ക് വായനയില്ലല്ലേ? ഞാൻ ഈ മ്യൂസിക്കിന്റെ ആളായോണ്ടേ ഇവരായിട്ടൊന്നും വലിയ ടച്ചില്ല, അതാ. ഓക്കെ ഓക്കെ. പുള്ളിന്റെ ബുക്സിന്റെ റിവ്യൂ ഒക്കെ നെറ്റിൽ തപ്പിയാ കിട്ടും. വായിച്ച് പഠിക്കണം. സിമ്പിൾ. ആ, ഖാലിദ് ഹുസൈനി. ഹേയ്, നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മ കറക്റ്റായിരുന്നു. ഈ ഖാലിദ് ഹുസൈനയുടെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഓവറായിട്ട് റൈറ്ററായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ഈ ദുരന്തവും സെൻറ്റിമെൻസും ഈ റൈറ്റിംഗ് അത്ര പോരാ അല്ലേ? അത് ഇയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തോണ്ടായിരിക്കും. ഇങ്ങനത്തെ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരവും വേണം. അതെ, ഓരോരുത്തരെ കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ. അല്ല, അതാണ് അയാളുടെ വിജയം. സോറി, കോള്. ഹലോ എടാ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെന്താ പറഞ്ഞു? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. എം.എസ്. സുബ്ബലക്ഷ്മിയുടെ കീർത്തനല്ലേ ഇപ്പൊ കേട്ടത്? അതെ. അവരുടെ ഫാനാ? അയ്യോ, എം.എസ്. സുബ്ബലക്ഷ്മി അല്ല, സുബ്ബലക്ഷ്മി മാം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ.
MS സുബലക്ഷ്മി മാമിന്റെ വലിയൊരു ഫാനാ ചേച്ചി. ഓഹോ, സുബ്ലക്ഷ്മി ഫാനാ? അടിപൊളി. സുബലക്ഷ്മി അല്ല, സുബലക്ഷ്മി മാം. ഓ ആയിക്കോട്ടെ. നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാമിന്റെ കീർത്തനം റിൻഡോൺ ആക്കിയിരുന്നു. ഓ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ കറക്റ്റ് ടൈമിന് ഞാൻ വിളിക്കാം. അത് കലക്കി. പതുക്കെ പതുക്കെ സംസാരിച്ചങ്ങ് പരിചയപ്പെടാം. മ്യൂസിക്കിനെ അടുത്ത് പേടിക്കണ്ട. എന്ത് ചോദ്യം വന്നാലും ഞാൻ വെട്ടിയിടും. നമ്മുടെ ഏരിയ. പിന്നെ ഓവർ ആക്കരുത്. പതുക്കെ പതുക്കെ നല്ലോണം സംസാരിച്ചോണം. പിന്നെ കോമഡി ഒക്കെ പറയാം. അല്ല, കോമഡി അറിയാമോ? കോമഡി വല്ലപ്പോഴൊക്കെ ചിരിയിട്ടാറുണ്ട്. വേണ്ട, വെറുതെ എങ്ങനെ ഇരുന്നാ മതി. സംഭവം ഏകദേശം 80% ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ്റെ അല്ല. എനിക്കും തോന്നി. ഇനി ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യണം. അതെ, പറയണം. എന്നാലും എനിക്കൊരു പേടിയേ. ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നൊരു പേടി. പറയുന്നൊന്ന് കേക്ക്. ഇനി ചേട്ടൻ ചേച്ചിയെ കാണുമ്പോൾ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്യണം. ചെയ്യോ? സിമ്പിൾ. ചെയ്യാലേ? ചെയ്യണം. ഭയങ്കര ടെൻഷനിലാണല്ലോ. ഏയ്, എന്തേലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറ. ഈ ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണോ? ചിക്കൻ എനിക്ക് ഇഷ്ടം ആണല്ലേ? നോൺ വെജ് എല്ലാം നന്നായിട്ട് കഴിക്കും. ഓ, പക്ഷെ ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്താ? തടി കുറച്ച് കൂടുതലാ. ഏയ്, ഇത് കറക്റ്റ് അല്ലേ? ആണോ? ആ, എനിക്കിങ്ങനെ ഇത്തിരി തടിയൊക്കെ ഉള്ളതാ ഇഷ്ടം. അതെ, ഞാൻ അത്യാവശ്യം ഈ എല്ലാ ഫുഡും കുക്ക് ചെയ്യും. എന്നാൽ ഈ കൂടുതൽ ഇഷ്ടം ഏത് വെറൈറ്റി ഫുഡാ? എനിക്ക് എല്ലാം ഇഷ്ടാ. ആണോ? ഫുഡ് ഇഷ്ടമില്ലാത്ത ആരാളെ? അതല്ല, അതെ ഈ ഫുഡിനോടൊക്കെ താല്പര്യമുള്ള, പിന്നെ എൻ്റെ ഒരു ടേസ്റ്റിനെ പറ്റിയൊരു പെൺകുട്ടീനെ ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. ഇതാവുമ്പോൾ ഫുഡിനോടും താല്പര്യമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമല്ലോ. നല്ലതല്ലേ? എന്താ ഇയാളുടെ ഉദ്ദേശം? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാ അത്. ഹലോ. ആ, പാളിയോ? ഞാൻ പറഞ്ഞത് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ വർക്കൗട്ട് ആവില്ല എന്ന്. പൊളിഞ്ഞോ? പൊളിഞ്ഞു. അതെ, ഇയാൾക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? ആ, ഞാൻ പഠിക്കാം. എന്നാ വേഗം പഠിച്ചോ. എനിക്ക് ഈ ഇറ്റാലിയൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാ. വർക്കൗട്ടായി.